തീർച്ചയായിട്ടും കേരളത്തിൽ എനിക്ക് സംശയമാണ് ഒരു എബൌട്ട് 2000 ബ്രാഞ്ചസ്, 40 ഡയറക്റ്റ് സ്റ്റാഫ്, അതുപോലെ തന്നെ ഇത്രയും ഒരുപാട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുമായിട്ട്, ഈ മിത്രത്തിനായിട്ട് മറ്റൊരു വലിയൊരു കമ്പനി ടൈപ്പ് ചെയ്യാനായിട്ട് ഉള്ള ഒരു കാര്യം വരികയാണെങ്കിൽ അത് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? ഇപ്പോൾ ഈ 2400ഓളം സ്ഥാപനങ്ങളും മറ്റൊരു കമ്പനിയുടെ ഒരു കസ്റ്റമർ സർവീസ് പോയിൻ്റായിട്ട് മാറാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മാട്രിമോണി സർവീസ് നോക്കുക. ഈ മാട്രിമോണി സർവീസ് സാധാരണ രീതിയിൽ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന 10,000 8,000 രൂപയും വാങ്ങുന്നതിനുള്ള കാരണം അവർക്ക് എല്ലാ സ്ഥലത്തും ഓഫീസ് വേണം, സ്റ്റാഫ് വേണം, കമ്പ്യൂട്ടർ വേണം, വാടക വേണം, AC വേണം. ഇതിൻ്റെയൊക്കെ എമൗണ്ട് ആരാ കൊടുക്കേണ്ടത്? സാധാരണ ഉപഭോക്താവ്, കസ്റ്റമറാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതായത് ഒരു സ്ഥാപനം തുടങ്ങുകയാണ്, ഇപ്പം മാട്രിമോണി സർവീസ് തുടങ്ങാൻ വേണ്ടി വരുന്ന ഒരാളാണെങ്കിൽ ഞങ്ങളുമായി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 2400 ഓഫീസുകൾ ഇപ്പോൾ നാളെ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു സോഫ്റ്റ് കോപ്പി എല്ലാ സെൻറ്ററിലോട്ടും അയക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് പ്രിൻ്റ് എടുത്ത് അവിടെ വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സെൻറ്ററിൽ ഒരു 100 150 ആൾ 200 ആൾ ദിവസം കയറിറങ്ങി പോകുന്നതാണ്. അതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ അത്തരം ബിസിനസ് കൺവേർഷൻ നടത്താൻ പറ്റും. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ഈസി ആയിരിക്കും. വളരെ ഈസി ആയിരിക്കും. കാരണം മറ്റ് കമ്പനികളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു, വേറൊരു കമ്പനി മാർക്കറ്റിംഗ് ചെയ്തു. അതിപ്പം എറണാകുളത്തുള്ളൊരു കമ്പനി ഇവിടെയാണ്. അത് കണ്ണൂരുള്ളവർക്കൊരു വിശ്വസ്തത ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇത്രത്തോളം 2000 ഫ്രാഞ്ചൈസി ഉണ്ട്. ഇത് മുഖേനയാണ് ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ആൾക്കൊരു വിശ്വസ്തത കൂടുതലുണ്ടാവും. പിന്നെ അവരെ തന്നെ എന്തെങ്കിലും മറ്റ് സർവീസ് കാര്യങ്ങളുണ്ടെങ്കിൽ അവരുമായി ടൈപ്പ് ചെയ്താൽ മതിയല്ലോ. അവർക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരാൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതുകൊണ്ട് അവർ ഏതൊരു കമ്പനിയുടെയും സർവീസുകളോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളോ ഞങ്ങളായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾ തുറന്നു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഒരു എല്ലാ തരത്തിലും ഒരു മിത്രമായിട്ട് ഈ മിത്രം കൂടെ ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവും. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ മാട്രിമോണി കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ പറഞ്ഞു. ഇത് കൂടാതെ മറ്റേതെല്ലാം സംരംഭങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളെ സംബന്ധിച്ചോളം മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഇപ്പം GST സർവീസുകൾ. ഇപ്പം GST സർവീസുകൾ ഇപ്പം സാധാരണ രീതിയിൽ ജനസേവന കേന്ദ്രങ്ങളിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം GST സർവീസ് അത്രത്തോളം പഠിക്കണം. ഞങ്ങളെ സംബന്ധിച്ചോളം പോക്കറ്റ് ടാക്സിന് ഒരു കമ്പനിയായി ടൈപ്പ് ചെയ്തേക്കുവാണ്. ആയതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം ഡോക്യുമെൻറ്റുകൾ മേടിക്കുകയാണെങ്കിൽ സർവീസുകളൊക്കെ ഈ കമ്പനിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അവർ ചെയ്യുന്ന സർവീസിൽ ലാഭം ഇവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ സർവീസുകളും, അതായത് ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടിയുള്ള തുടക്കമുള്ള എല്ലാ സർവീസുകളും, അതായത് കമ്പനി രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ട്രേഡ് മാർക്ക് ആയിക്കോട്ടെ, GST സർവീസ് ആയിക്കോട്ടെ, GST ഫയലിംഗ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ സർവീസുകളും ചെയ്യാൻ പറ്റും. അത് ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞില്ല, തേർഡ് പാർട്ടി സർവീസുകൾ കൊടുക്കുന്നില്ലേ, അങ്ങനെ മറ്റു കമ്പനികൾ ടൈപ്പ് ചെയ്യുന്നതാണ്. GST എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് തലവേദന. അപ്പോൾ ആ GSTയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ മിത്രം വെരി സ്പെഷ്യൽ ആവുകയാണ് അവിടെ, അല്ലേ? തീർച്ചയായും. അതായത് ഒരാൾക്ക് ഇപ്പോൾ വളരെ ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം പാസ്പോർട്ട് എടുക്കൽ, ആധാർ കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ട് വലിയൊരു കമ്പനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ മിത്രം ചെയ്തു കൊടുക്കുന്നത്. ഇനി ഇപ്പോൾ മറ്റൊന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ജനസേവന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്, അങ്ങനെ കൂണുപോലെ പൊട്ടിമുളച്ച് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ മിത്രം അതിൽ നിന്നെല്ലാം സ്പെഷ്യൽ ആവുന്നത്? ഞങ്ങളുടെ ബാക്ക് സപ്പോർട്ടാണ് ഒന്ന് എടുത്തു പറയേണ്ടത്. കാരണം അവിടെ വന്നാൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും എന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ തേർഡ് പാർട്ടി കമ്പനികളെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വിഷയം തന്നെ പറഞ്ഞല്ലോ, എല്ലാ കമ്പനികളുടെയും ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ഹബ്ബായിട്ട് മാറുക എന്നാണ്. ഇപ്പോൾ LIC വരെ ഞങ്ങൾ ടൈപ്പ് ചെയ്തു. LIC പോളിസികൾ ഞങ്ങളുടെ സെൻറ്റർ വഴി കിട്ടും. ഓക്കെ, ആ രീതിയിൽ പല കമ്പനികളും ഞങ്ങളുമായി ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു ഹിഡൻ ചാർജോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ ഫ്രാഞ്ചൈസിയോട് വാങ്ങുന്നില്ല. അവർക്ക് വേണ്ട ട്രെയിനിങ് സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നതല്ലാതെ അവരൊരു വരുമാനത്തിൽ ഷെയറിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. തേർഡ് പാർട്ടി സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് സ്റ്റഡി അബ്രോഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ സെൻറ്ററുകൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരവസരം കൂടെ കൊടുക്കുന്നു. പിന്നെ സ്റ്റുഡൻസിനോട് ഞങ്ങൾ 1 രൂപ പോലും സർവീസ് ചാർജായിട്ട് വാങ്ങുന്നില്ല. അതൊക്കെ എടുത്തു പറയേണ്ട സർവീസുകളാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടായാലും അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വരുന്നവരായാലും ഏത് തലത്തിലുള്ള ആൾക്കാർക്കായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജനസേവനത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ മിത്രം അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. സാർ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റഡി അബ്രോഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതെന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്? ഇപ്പം വിദേശത്തോട്ട് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം
മറ്റ് ചില സ്ഥലങ്ങളിലെല്ലാം അവർ അവരുടെ ഡോക്യുമെൻ്റ് കൊടുക്കുക തന്നെ അവരോട് ക്യാഷ് മേടിച്ച് വെക്കാറുണ്ട്. അതെ. കാരണം അതുകൊണ്ട് തന്നെ പലർക്കും വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം യൂണിവേഴ്സിറ്റി ഡയറക്റ്റാണ് ഫീസെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം കുട്ടികളോട് ഒരു എമൗണ്ട് വരെ ഞങ്ങൾ വാങ്ങുന്നില്ല, ഞങ്ങളുടെ സെൻറ്ററുകാരെ വാങ്ങുന്നില്ല. യൂണിവേഴ്സിറ്റി ഡയറക്റ്റാണ് കൗൺസിലിംഗ് സൗജന്യമായിട്ടാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏതൊരാൾക്കും വിദേശ പഠനത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ വഴി ചെയ്തു കൊടുക്കുന്നതാണ്. അത് തേർഡ് പാർട്ടി പോലെ അല്ല പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു ഡയറക്റ്റ് പോലെ തന്നെയാണ് ഈ മിത്രം അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായും. ഒരു കുട്ടിക്കായാലും നല്ല ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഒരു എബ്രോഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. പക്ഷെ നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ മിത്രം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതൊരു കുട്ടിക്കും വിദ്യാഭ്യാസം വളരെ എളുപ്പമാക്കി കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം 2000-ഓളം അല്ലെങ്കിൽ എബവ് 2000 ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏത് ജില്ലയിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളത്? ഇപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് കൂടുതലുള്ളത്. കണ്ണൂർ ജില്ലയിൽ 280ഓളം ഫ്രാഞ്ചൈസികളുണ്ട്. അപ്പോൾ ഈ ഒരു 280 ബ്രാഞ്ചസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും ഒരു ചിട്ടകളോ അല്ലെങ്കിൽ എന്തെങ്കിലും റൂൾസ് ഉണ്ടാവില്ലേ? ഇത്രത്തോളം ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഇത്രത്തോളം അകലത്തിലാണ് ഈ ഒരു ജനസേവന കേന്ദ്രം വേണ്ടതെന്നുള്ളൊരു എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാവില്ലേ? ഉണ്ട്. അതിനിപ്പോൾ സാധാരണ ഞങ്ങളൊരു 500 മീറ്ററാണ് ടൗൺ ഏരിയയിൽ വെക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ഒരു ഗ്രാമത്തിലാണ് ഒന്നേ കൊടുക്കുകയുള്ളൂ. പക്ഷേ ടൗൺ ഏരിയയെ സംബന്ധിച്ചോളം ഒരു നല്ല ടൗണിൽ 4-5 ഫ്രാഞ്ചൈസികളുള്ള ഏരിയ ഉണ്ട്. കാരണം അവിടുത്തെ പോപ്പുലേഷൻ അനുസരിച്ചാണ്. ആ ഒരു പോപ്പുലേഷനും പിന്നെ ആ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഈ ഒരു ബ്രാഞ്ചസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എന്താണെന്ന് തന്നെ ഞങ്ങൾ ഒരു ഫ്രാഞ്ചൈസി ഉള്ളവരോട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് തൊട്ടടുത്തൊരു ഫ്രാഞ്ചൈസി കൊടുക്കുകയുള്ളൂ. അതായത് മറ്റൊരു ഫ്രാഞ്ചൈസി ഉള്ള ആൾക്കാരോടാണെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ഞങ്ങളുടെ ഫ്രാഞ്ചൈസിക്കാരോട് ചോദിച്ചിട്ട് അവരുടെ അനുഭവത്തോട് മാത്രമേ നമ്മൾ മറ്റുള്ളവർ കൊടുക്കുള്ളൂ. കാരണം രണ്ടുപേർക്കും ബിസിനസ് കൃത്യമായി കിട്ടുന്ന ഒരു ഏരിയ ആണെങ്കിൽ മാത്രമേ അവിടെ വേറെ ആൾക്ക് കൊടുക്കുള്ളൂ. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ആ ഒരു സേവനമായിട്ട് കിട്ടുകയും വേണം. നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുകയും വേണം. അതിനുവേണ്ടി തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്ത ശേഷം മാത്രമേ ആ ഒരു ബ്രാഞ്ച് അവിടെ സെറ്റ് തൊട്ടടുത്തടുത്ത് നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കാറില്ല. ചെയ്തിട്ട് കാര്യമില്ല. രണ്ടാൾക്കും ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഇപ്പൊ നമ്മുടെ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10-ൽ കൂടുതലൊക്കെ ആക്കിയിട്ടുള്ള ക്ലയൻസ് ഉണ്ടോ? 10-ൽ കൂടുതൽ 4 എടുത്ത ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പോൾ അവർ ഇനിയും ബ്രാഞ്ചസ് എടുക്കാൻ താല്പര്യപ്പെടുന്നു? തീർച്ചയായും. ഒരാൾ തന്നെ ഒരു കുടുംബത്തിൽ തന്നെ 4 പേര് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ലാഭം ഉള്ളത് കൊണ്ടാണല്ലോ അവരതിലേക്ക് വരുന്നത് അല്ലേ? റിസ്ക് ഫ്രീ ആണ്. കാരണം ലക്ഷങ്ങൾ മുടക്കി ഇപ്പോൾ ഒരു താണം പറഞ്ഞ ഒരു തുണിക്കട തുടങ്ങുകയാണ്, ലക്ഷങ്ങൾ മുടക്ക് വേണമെന്നല്ല, അതല്ല ഒരു മോഡൽ മാറിയാൽ സ്റ്റോക്ക് ഫെയിലാവും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചുള്ള എന്താണുള്ള ഒരു കമ്പ്യൂട്ടറും പ്രിന്ററുമാണ് അല്ല, പിന്നെ ഒരു സമൂഹത്തിൽ നിലയം വിലയുള്ളൊരു ബിസിനസ്സാണ്. ഒരു ജനസേവനമാണ്, ഒരു സർവീസ് ആയതുകൊണ്ട് തന്നെ. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏജ് കാറ്റഗറി ഇല്ല. സ്ത്രീകൾക്കായാലും നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്, ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് എങ്ങനെയാണ് ഇത് സാറിനായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ഒരു കാര്യങ്ങളിലേക്ക് എത്തേണ്ടത്? ഞങ്ങളുടെ ഓഫീസ് എറണാകുളം കടവന്ത്രയാണ്. നേരിട്ട് അവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് കൃത്യമായി ഞങ്ങളുടെ ഓഫീസിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ ഡയറക്റ്റും ചെയ്യാം. അതേപോലെ തന്നെ ഞങ്ങളുടെ ഇത്രത്തോളം ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിലും ഇതിൽ ആ ചുരുക്കം പേര് മാത്രമേ ഞങ്ങളുടെ ഓഫീസിൽ എത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓൺലൈനിലാണ്. കാരണം അവർക്കറിയാം മറ്റിടത്തെല്ലാം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുമായിട്ട് ഡയറക്റ്റ് നമ്മൾ ഫോൺ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് ചെയ്യാനും പറ്റും. പിന്നെ അതല്ലാതെ ഞങ്ങളുടെ സൈറ്റുണ്ട് www.emitram.com എന്ന സൈറ്റിൽ കയറി അതിൽ രജിസ്റ്റർ ന്യൂ CSP എന്ന ലിങ്ക് വഴി ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അതിന് വേണ്ട ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഓഫീസ് ഞങ്ങൾ കോൾ ബാക്ക് ഉണ്ടാകും. അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു തരും. പിന്നെ അതിനുശേഷം ട്രെയിനിങ്, ലൈസൻസിങ്, ബാക്ക് എൻഡ് സപ്പോർട്ട്, ബ്രാൻഡിങ്ങും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ മിത്രം സ്റ്റാർട്ട് ചെയ്യാം. സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായും.